ഹലോ ഗായ്സ്, ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. രാവിലെ തന്നെ എണീച്ച് ബെഡ്ഷീറ്റെല്ലാം എടുത്ത് മടക്കിയിട്ട് അവിടെ ഇട്ട് ഇതെല്ലാം ഇവിടെ വന്നിട്ട് തുടങ്ങിയ ശീലമാണ്. നാട്ടിൽ നിന്ന് ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ പുതിയൊരു ശീലം കൂടി തുടങ്ങി. കുറച്ച് പുഷപ്പെല്ലാം അടിച്ച് ഒരു 1 ഹാൻഡ് പുഷപ്പ് ട്രൈ ചെയ്ത് നടന്നിട്ടില്ല. പിന്നെ അത് അവിടെ വിട്ട്. പിന്നെ അതിന് ശേഷം ടീഷർട്ടെല്ലാം ഊരി ഒന്ന് ബോഡിയെല്ലാം ചെക്ക് ചെയ്ത് കുറച്ച് പോസ്റ്റെല്ലാം ചെയ്ത് പിന്നെ ഇന്ന് എനിക്ക് ഡ്രീം ലാൻഡിൽ മദീന സൂപ്പർ മാർക്കറ്റിൽ പോകണം. എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ്, എഗ്ഗ്, സ്വീറ്റ്സ് എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ പല്ലെല്ലാം തേച്ച് റൂമിൽ നിന്ന് വിട്ട്. ലിഫ്റ്റെല്ലാം ഉണ്ട് ഇവിടെ, പക്ഷേ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകാൻ മാത്രമേ ഇഷ്ടം. അത്യാവശ്യം സ്റ്റെപ്പ് ഇറങ്ങാനും ഉണ്ട്. 4ാമത്തെ ഫ്ലോറിൽ നിൽക്കുന്നത്. പിന്നെ എൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്തുനിന്ന് 2-3 മിനിറ്റ് ഡ്രീം ലാൻഡിലേക്കുള്ളൂ. അങ്ങനെ നേരെ ഡ്രീം ലാൻഡ് ഓടിച്ച് പിന്നെ അവിടെ പോയ അവിടെ ഒരു സ്കൂട്ടറുണ്ട്, അത് എടുത്ത് കുറച്ച് ഓടിച്ച് കളിച്ച് പിന്നെ അവിടെ നേരെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ പോയി. എനിക്ക് ആവശ്യമുള്ള സീഡ്സ് അവിടെ കണ്ടപ്പോൾ അവിടെ നിന്ന് മേടിച്ചു. പിന്നെ അത് ഇടാനും വേണ്ടിയിട്ട് ഒരു ബോട്ടിലും കൂടി തപ്പി നോക്കുമ്പോൾ അതും അവിടെ നിന്ന് തന്നെ കിട്ടി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ബില്ലടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നേരെ മദീന സൂപ്പർ മാർക്കറ്റിലേക്ക് വിട്ടു. പിന്നെ അവിടെയുള്ള ഫ്രൂട്ട്സിൻ്റെയും മുട്ടൻ്റെ ഓഫർ നോക്കി നോക്കുമ്പോൾ മുട്ടയ്ക്ക് ഓഫർ ഉണ്ട്. അതിന് 15 dirhams അവിടെ 30 മുട്ടയ്ക്ക്. പിന്നെ അത് നേരെ മേടിച്ച് അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ നേരെ റൂമിലേക്ക് വിട്ട് റൂമിൽ മുട്ട സേഫ് ആക്കിയിട്ട് വെച്ചു. അപ്പോൾ നല്ല ഫിഷിൻ്റെ സ്മെല്ല്. തൊട്ടിപ്പുറം മെസ്സ് നടത്തുന്നുണ്ട്. അവിടുന്ന് ആ ഉച്ചക്കത്തെ രാത്രിയത്തെ ഫുഡ് കഴിക്കണം. അപ്പോൾ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞ് നായ്ക്കൂറ് ബിരിയാണിയാണ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ എൻ്റെ കിച്ചണിലേക്ക് വിട്ട് ഒരു 3 മുട്ട എടുത്തിട്ട് നേരെ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ട് അതവിടെ വെച്ചിട്ട് പിന്നെ ആ നേരെ റൂമിൽ പോയി നഖസ് കട്ടറെല്ലാം എടുത്തിന് വെള്ളിയാഴ്ച എല്ലാം നഖം മുറിക്കാൻ വിചാരിച്ചു. അങ്ങനെ 2 മിനിറ്റ് നഖമെല്ലാം മുറിച്ചിട്ട് എൻ്റെ ബാൽക്കണിയിൽ നോക്കിയാൽ പള്ളി കാണും. അങ്ങനെ പള്ളി നോക്കി എനർജിയെല്ലാം ലോഡ് ചെയ്തിട്ട് അവിടെ വെച്ച് പിന്നെ നേരെ സെൻട്രലിൽ വന്ന് രാവിലെ മേടിച്ച സീഡ്സ് എല്ലാം ഒന്ന് ബോട്ടിൽ ചെയ്യാനുണ്ട്. അതായത് പിന്നെ ബോട്ടിൽ ചെയ്ത് പിന്നെ നമ്മൾ അപ്പേക്കിൽ എഗ്ഗ് റെഡി ആയിട്ടുണ്ടായി. അങ്ങനെ നേരെ പോയിട്ട് എഗ്ഗെല്ലാം എടുത്തിട്ട് വന്ന് പിന്നെ എഗ്ഗിൻ്റെ യെല്ലോ ആയിക്കില്ല, എനിക്ക് വൈറ്റ് മാത്രമേ വേണ്ടൂ. അങ്ങനെ അതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് എഗ്ഗ് കഴിച്ചു. പിന്നെ എഗ്ഗ് കഴിച്ചിട്ട് ഒരു 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ട് കുടിച്ച്. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ഒരു 1/2 ലിറ്റർ വെച്ചിട്ടാണ് കുടിക്കൽ. ആ ഒരു ദിവസം ഒരു 4 പ്രാവശ്യം ഇങ്ങനെ കുടിക്കൽ, എനിക്ക് അങ്ങനെ ഇഷ്ടം. പിന്നെ അതിൻ്റെ ശേഷം ഒരു ഗ്രീൻ ടീ അടിച്ച് പിന്നെ രാവിലെ കുറച്ച് സീഡ്സ് എല്ലാം ഉണ്ടായിന്, അതെല്ലാം കുറച്ചെടുത്ത് കഴിച്ച് പിന്നെ നാട്ടിലേക്കെല്ലാം കുറച്ച് കോളെല്ലാം ചെയ്ത് പിന്നെ വെള്ളിയാഴ്ച എല്ലാം നേരെ കുളിച്ച് മാറ്റി ഒരു വെള്ള ഡ്രസ്സെല്ലാം ഇട്ട് നേരെ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മളെ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഉസ്താദ് നല്ല എഗ്ഗ് ബിരിയാണി വന്നു. പിന്നെ അത് കഴിക്കാനും വേണ്ടിയിട്ട് നോക്കി. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ശരി, ഇത് കഴിഞ്ഞ് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.